നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈൽ ആണിത്. 1 മിനിറ്റ് മതി ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴും ചിലപ്പോൾ വീട്ടിലിരിക്കുമ്പോഴൊക്കെ ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈൽ ആണിത്. പിന്നെ അതുകൂടാതെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരു അടിപൊളി സാധനം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അതെന്താ നോക്കാം, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജസ് ആയ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ചിലപ്പോൾ നമ്മൾ ഈ പഫും അതുപോലെ ഡോണട്ട് ബണ്ണൊന്നും യൂസ് ചെയ്യാണ്ട് പഫ് ഹെയർ സ്റ്റൈലും അതുപോലെ തന്നെ ബൺ ഹെയർ സ്റ്റൈലും ഒക്കെ ചെയ്യുമ്പോൾ രാവിലെ കെട്ടി നമ്മൾ വൈകുന്നേരം ആവണ്ട, ഉച്ചയാവുമ്പോൾ തന്നെ ചിലപ്പോൾ മുടിയൊക്കെ എന്താ പറയുക ഒരു കോലായിട്ടുണ്ടാവും. എനിക്കൊക്കെ അങ്ങനെയാണ്. ഞാൻ പഫ് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് പോലും വേണ്ട. അത് എന്താ പറയുക ഇങ്ങനെ പിന്നെ പഫായിരിക്കില്ല സംഭവം, അങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ രാവിലെ മുടി കെട്ടി കഴിഞ്ഞാൽ വൈകുന്നേരവും അതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ മുടിയുടെ ഒക്കെ വോളിയം കുറച്ച് കൂട്ടാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇതൊരു ഹെയർ സ്പ്രേ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഹെയർ സ്പ്രേ. ഇത് ലോറിയൽ പാരീസിന്റെ എൽനെറ്റ് സാറ്റിൻ ഹെയർ സ്പ്രേ ആണ്. അപ്പൊ ഇതിപ്പോ ഫൈനലി ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഹെയർ സ്പ്രേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഹെയർ സ്പ്രേകളെ പോലെയല്ല ഇത്. ചില ഹെയർ സ്പ്രേകൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഇങ്ങനെ നല്ല കട്ടി പോലെ ഉണ്ടാവും, നല്ല സോളിഡ് ആയിട്ടിരിക്കും. ഇതെന്ന് പറയുന്നത് സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ആണ്. ഒരു എന്താ പറയുക സോഫ്റ്റ് നാച്ചുറൽ ഫിനിഷിംഗ് ആണ് നമ്മുടെ മുടിക്ക് തരുന്നത്. പിന്നെ മുടി അങ്ങനെ ഫ്രിസി ആക്കില്ല. നമ്മൾ എങ്ങനെ രാവിലെ കെട്ടിയിരിക്കുന്ന അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇത് 24 hours ഹോൾഡ് തരുന്നാണ് പറയുന്നത്. അപ്പൊ ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കി. അത്യാവശ്യം എന്താ പറയാ നമുക്ക് നമ്മുടെ മുടിക്ക് നല്ലൊരു സ്ട്രോങ് ഹോൾഡ് തരുന്നുണ്ട്. പക്ഷെ സംഭവം സോഫ്റ്റ് ആണ്. പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പാർട്ടിക്കിൾസ് ഒന്നും അങ്ങനെ മുടിയിൽ കാണില്ല കേട്ടോ. ചില സ്പ്രേകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊടി പോലെ മുടിയിൽ കാണാം. പിന്നെ ഇത് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് കോമ്പെടുത്തിട്ട് ചീകിയാൽ തന്നെ നമുക്ക് ഇത് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചില സ്പ്രേകളൊക്കെ നമ്മൾ നല്ലോണം ഷാംപൂ ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം റിമൂവ് ചെയ്യാൻ. ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രറ്റി പാക്കേജ് ആണ്. നല്ല ഗോൾഡൻ കളറുള്ള ബോട്ടിലാണ് വരുന്നത്. പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു നോസിലില്ലേ, ഇത് ഇവര് മൈക്രോ ഡിഫ്യൂഷൻ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സ്പ്രേ പുറത്തേക്ക് വരുമ്പം നന്നായിട്ട് നല്ല ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഈസിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പ്രേ കൂടിയാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ സ്പ്രേ ഒന്നും നമ്മൾ ഒരിക്കലും ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. പ്രത്യേകിച്ച് എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ വല്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഉപയോഗിച്ചാൽ മതി. ഡെയിലി സ്പ്രേകളൊന്നും മുടിയിൽ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് നമ്മുടെ 1 മിനിറ്റ് ഹെയർ സ്റ്റൈൽ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതോടൊപ്പം ഈ ഒരു ഹെയർ സ്പ്രേ എങ്ങനെയാ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്കൊരു ഹോൾഡ് ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കാം. ഇവരൊക്കെ പറയുന്നത് ശരിയാ നോക്കണ്ടേ, നമ്മുടെ മുടി അതുപോലെ ഇരിക്കുന്നുണ്ടോ നമുക്ക് നോക്കണ്ടേ. അതുകൊണ്ട് ഒരു ഹോൾഡ് ടെസ്റ്റും കൂടെ കാണിച്ചു തരാം ഞാൻ. പിന്നെ എങ്ങനെയാ റിമൂവ് ചെയ്യേണ്ടതെന്ന് കൂടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഹെയർ സ്റ്റൈൽ കാണാം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ബൺ ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. 1 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മുടിയിലെ കെട്ടൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് മുടി ഉയർത്തിക്കെട്ടുക. നിങ്ങൾക്ക് എത്രമാത്രം ഉയർത്താൻ പറ്റുമോ അത്രമാത്രം ഉയർത്തിക്കോ. എനിക്ക് മൊബൈൽ ക്യാമറയിലൂടെ നോക്കുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ എന്നെക്കാളും ഉയർത്തിയിട്ട് നിങ്ങൾ കെട്ടണം. എന്നിട്ട് ഇതുപോലെ ഒരു ബാൻഡ് യൂസ് ചെയ്തിട്ട് അത് സെക്യൂർ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ പുറകിലത്തെ മുടി അത് 2 പാർട്ടീഷൻ ആക്കിയിട്ട് ഇതുപോലെ എടുക്കുക. എന്നിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. മുടിയുടെ അറ്റം വരെ അതുപോലെ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേനും കുറച്ച് ലൂസ് ആക്കിയിട്ട് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സി ആയിട്ടുള്ള ഒരു ബണ്ണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം മുടി അറ്റം വരെ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ നിങ്ങൾ ചുറ്റിക്കൊണ്ട് വരിക. എന്നിട്ട് ഒരു യൂപിൻ യൂസ് ചെയ്തിട്ട് നമുക്കത് സെക്യൂർ ചെയ്യാം. പിന്നെ ബണ്ണ് സെക്യൂർ ചെയ്തതിന് ശേഷം നമുക്കതിനെ മെസ്സി ആക്കിയിട്ടുള്ള ബണ്ണാക്കാം, സ്റ്റൈലിഷ് ബണ്ണാക്കാം. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ കുറച്ച് മുടി വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സി സ്റ്റൈലിഷ് ലുക്ക് കിട്ടും. പിന്നെ അവിടുന്ന് ഇവിടുന്നും സൈഡിൽ നിന്നൊക്കെ ആയിട്ട് കുറച്ച് മുടിയൊക്കെ താഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു സ്റ്റൈലിഷ് ലുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത ബൺ ഹെയർ സ്റ്റൈല്.
ഇനി ഞാൻ ബണ്ണിന് മേലെ മാത്രം ഒന്ന് ഹെയർ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നോക്കാം അത് നല്ലോണം ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പൊ ഹെയർ സ്പ്രേകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു ഹെയർ സ്പ്രേ ആണിത്. കാരണം ഇത് മുടി അങ്ങനെ കട്ടിയാക്കി വെക്കില്ല, ഫ്രിസിയാക്കി വെക്കില്ല, നല്ലൊരു സോഫ്റ്റ് ആൻഡ് നാച്ചുറൽ ലുക്ക് തരുന്ന ഒരു ഹെയർ സ്പ്രേ ആണ്. ചില ഹെയർ സ്പ്രേകളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ ഡാമേജ് ആക്കും, ചിലത് ഡാൻഡ്രഫ് ഉണ്ടാക്കും. അപ്പൊ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല, ഇതുവരെ ഉപയോഗിച്ചിട്ട് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിന്റെ തന്നെ 2 വെറൈറ്റികൾ ഉണ്ട് കേട്ടോ. ഒന്ന് നോർമൽ ഹോൾഡും ഒന്ന് സ്ട്രോങ് ഹോൾഡും ആണ്. അപ്പൊ നോർമൽ ഹോൾഡ് 400 ml 750 റുപ്പീസ് ആണ്. ഇത് 75 ml ഉള്ളൂ. ഇതിന് 250 റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ്. അപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ലിങ്ക്സ് അതിൽ കൊടുക്കാം. 4 മണിക്കൂറിന് ശേഷമാണിത്. ബണ്ണിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല നമ്മൾ സ്പ്രേ ചെയ്തതുകൊണ്ട്. അപ്പൊ കണ്ടു, ഇവിടെയൊക്കെ മുടി ഇങ്ങനെ പാറി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ബണ്ണ് ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. സ്പ്രേ അടിച്ചത് കൊണ്ട് ഒരു മാറ്റമില്ല. അപ്പൊ ഞാനിത് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. മുടിയൊക്കെ അഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്യുമ്പോൾ തന്നെ ഹെയർ സ്പ്രേ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവും. അതിൻ്റെ ഒരു പാർട്ടിക്കിൾസും ഒന്നും തന്നെ മുടിയിൽ കാണില്ല. നമ്മുടെ മുടി തുടക്കത്തിൽ എങ്ങനെയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഉണ്ടാവുക. കണ്ടോ, ചീർപ്പിലൊന്നും ഒരു മുടിയഴിയും ഒന്നുമില്ല. ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.